നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ 2019 മുമ്പ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന കാലം തന്നെ, അന്ന് നരേന്ദ്രമോദിക്കെതിരെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം പത്രങ്ങൾ വഴി മോദി വിരുദ്ധരായിട്ടുള്ളവർ വലിയ വലിയ വാർത്തകളൊക്കെ പടച്ചുവിട്ടുകൊണ്ടിരുന്ന കാലമായിരുന്നു. അന്നൊരിക്കൽ മലയാളത്തിലെ മുഖ്യധാരാ പത്രമായിട്ടുള്ള, അതായത് ഒന്നാമത് നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു പത്രത്തിൻ്റെ 1-ാം പേജിൽ ഒരു വാർത്ത വന്നിരുന്നു. മോദി ഇനി ഉറങ്ങില്ല, ഇതാ പുത്തൻ താരോദയം ഉദിച്ചു കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. ആളിൻ്റെ പേര് കനയ്യകുമാർ. ഈ കനയ്യകുമാറാണ് ആസാദീസേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സ്ലോഗനൊക്കെ ഉണ്ടാക്കിയത്. ഇത് കനയ്യകുമാർ JNU പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പാടി. പിന്നീട് ഇതേ മുദ്രാവാക്യം ഇവിടെയുള്ള സുഡാപ്പി ജിഹാദികൾ ഏറ്റെടുത്തു. ആ പൗരത്വ ഭേദഗതി അത് ബില്ലായിട്ടുള്ള ചർച്ച നടക്കുമ്പോഴും അത് നിയമമാക്കുമ്പോഴും ഒക്കെ നമ്മൾ ആ സ്ലോഗൻ ഇവിടെ ഒരുപാട് കേട്ടതാണ്. ആ സമയത്ത് മാധ്യമങ്ങളെല്ലാം ഇങ്ങനെ കൈ താലത്തിലെടുത്തുകൊണ്ട് കടന്ന വ്യക്തിയാണ് കനയ്യകുമാർ. ഒടുവിൽ എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് CPIയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ അംഗമായിരുന്ന ആൾ, അതായത് AISFൻ്റെ നേതാവായിരുന്ന കനയ്യകുമാർ ഒടുവിൽ കോൺഗ്രസ്സിലെത്തിയതിനു ശേഷം BJPക്കെതിരെ ബീഹാറിൽ മത്സരിച്ച് 4 ലക്ഷം വോട്ടിന് പൊട്ടി. ഇപ്പോൾ എവിടെയാണ് എന്ന് പോലും ആർക്കറിയില്ല. ഒരു മാധ്യമത്തിനും ഒരു പത്രത്തിനും ഈ കനയ്യകുമാറിനെ പറ്റി ഒരു കോളം വാർത്തയും പോലും കൊടുക്കാനില്ല ഇപ്പോൾ. അതായിരുന്നു അവസ്ഥ. ഒരു സമയത്ത് മോദി ഇനി ഉറങ്ങില്ല, മോദിക്കിനി ഉറക്കമില്ലാത്ത രാവുകൾ സമ്മാനിക്കാൻ ഇതാ വന്നു എന്ന് പറഞ്ഞ് പാടിയ ടീമാണ് ആ കനയ്യകുമാരൻ. പോയി. ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ, ജിഗ്നേഷ് മേവാനി, ഗുജറാത്തിൽ നിന്നുള്ള കോൺഗ്രസ്സുകാരനാണ്. അയാളിതാ മോദിയെ താഴെയിടാൻ പോകുന്നു എന്ന് പറഞ്ഞു വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു മലയാളി കൂടി. ആ മലയാളിയെ പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും. കണ്ണൻ ഗോപിനാഥൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. IAS-കാരനായിരുന്നു. പക്ഷേ പിന്നീട് ഈ IAS ഒക്കെ അദ്ദേഹം ഉപേക്ഷിച്ചു. ഒരിക്കലൊരു അന്ത്യശാസനം കൊടുത്തു നരേന്ദ്രമോദിക്ക്. അടുത്ത മാർച്ചിനകം, അന്ന് പറഞ്ഞതാണ്, അടുത്ത മാർച്ചിനകം CAA പിൻവലിച്ചോണം, ഇല്ലെങ്കിൽ മോദിയെ താഴെ ഇറക്കും. ഒരുപാട് മാർച്ച് കഴിഞ്ഞു പോയി. ഈ കണ്ണൻ ഗോപിനാഥൻ എവിടെയാണെന്ന് മാത്രം ആർക്കും അറിയില്ല. അപ്പോഴിതാ പുതിയ ആൾ, അത് പക്ഷേ ഗുജറാത്തിൽ നിന്നാണ്. ഹാർദിക് പട്ടേൽ, നമ്മുടെ ക്രിക്കറ്റർ ഹാർദിക് പാണ്ഡ്യ അല്ല കേട്ടോ, ഹാർദിക് പട്ടേൽ വിഭാഗത്തിൻ്റെ വലിയ നേതാവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതാണ്. ചെറുപ്പക്കാരനാണ്. ഇവരെല്ലാം ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാരനായിട്ടുള്ള ആൾ, പട്ടേൽ വിഭാഗത്തിൻ്റെ വലിയ പിന്തുണയുണ്ട്. മോദിയുടെ ഗുജറാത്ത് അത് കോൺഗ്രസ് തിരിച്ചു പിടിക്കും, അതിനുശേഷം ഇന്ത്യ തിരിച്ചു പിടിക്കും. എന്തൊരു അംഗവും ബഹളമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ഹാർദിക് പട്ടേൽ ഇപ്പോൾ എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPയിൽ ഇരിക്കുന്നു. BJPയുടെ MLA ആണ്. എങ്ങനെയുണ്ട്? അപ്പോൾ അതാ വരുന്നു ഭീം ആർമി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സംഘടനയായിട്ട് ഒരാൾ, രാവൺ എന്നൊക്കെയാണ് ആളെ വിളിച്ചുകൊണ്ടിരുന്നത്. രാവൺ, ആളുടെ പേര് നമ്മുടെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരാണ്, ചന്ദ്രശേഖർ ആസാദ്. നീല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് ആൾ വരുന്നത്. അവരുടെ കൊടിയും നീലയൊക്കെയാണ്. അവർ ഈ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഉയർന്നു വന്ന ഒരു നേതാവാണ്. ഇതാ മോദിയെ മറിച്ചിടാൻ പോകുന്നു എന്ന് പറഞ്ഞ് കുറേ നാൾ അതിൻ്റെ പിന്നാലെയായിരുന്നു. ഒരിക്കൽ കേരളത്തിൽ വന്നു ഈ നേതാവ്. കേരളത്തിൽ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കാറിൽ SDPIയുടെ കൊടി വെക്കാൻ ചിലർ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം സമ്മതിച്ചില്ല അവിടെ വെച്ചു. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നതാണ്. തിരിച്ചുപോയി. ആ സമയത്തൊക്കെ വലിയ അംഗമായിരുന്നു. ഒടുവിൽ ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് രാജ്യം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഇത്രയും പേരുകളെ ആരെയെങ്കിലും പറ്റി ഒരു കോളം വാർത്തയെങ്കിലും ഇവിടെ ഏതെങ്കിലും ഒരു മാധ്യമം പറയുന്നുണ്ടോ, ഏതെങ്കിലും ഒരു മുഖ്യധാര ടെലിവിഷൻ ചാനലുകൾ പറയുന്നുണ്ടോ എന്ന് നോക്കുക. ഇവരെയെല്ലാം മോദിക്ക് എതിരാളിയായിട്ട് കൊണ്ടുവന്നതാണ് ഇത്. ഓരോ മാധ്യമങ്ങളും ഓരോ കാലത്തും മോദിയെ താഴെ ഇറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കനയ്യകുമാറിനെ പൊക്കിക്കൊണ്ടുവന്നു, ഹാർദിക് പട്ടേലിനെ കൊണ്ടുവന്നു, ജിഗ്നേഷ് മേവാനിയെ കൊണ്ടുവന്നു, കണ്ണൻ ഗോപിനാഥനെ കൊണ്ടുവന്നു, ഒടുവിൽ ചന്ദ്രശേഖർ ആസാദിനെ കൊണ്ടുവന്നു. ഇതെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം ചീറ്റിപ്പോയി. ഇപ്പോൾ സുഡാപ്പികളും ജിഹാദികളും ഒക്കെ അവരുടെ പുതിയ ബാപ്പയായിട്ട് കൊണ്ടു നടക്കുന്നൊരു ടീമുണ്ട്. ആരാണെന്നറിയാമോ? ഒരു യൂട്യൂബറാണ്. ധ്രുവ് രാഠി എന്നാണ് അവൻ്റെ പേര്. അത് നമ്മൾ വായിക്കുമ്പോൾ രതി എന്നൊക്കെയാണ് എഴുതുന്നത്. പക്ഷേ ഹിന്ദിക്കാർ പറയുന്നത് അവൻ്റെ പേര് വായിക്കേണ്ടത് ധ്രുവ് രാഠി എന്നാണെന്നാണ്. ഇന്ത്യയിലിരുന്നൊന്നും അല്ല ആൾ ഈ യൂട്യൂബ് വീഡിയോ എടുത്തത്. കഴിഞ്ഞ 9 വർഷമായിട്ട് അവൻ യൂട്യൂബറാണ്, വീഡിയോ ഇടുന്നുണ്ട്. ഈ 9 വർഷമായിട്ട് മോദിക്കെതിരെ അവൻ പറയുന്നുണ്ട്. അവൻ്റെ വീഡിയോയ്ക്കൊക്കെ ഭയങ്കര വ്യൂവേഴ്സാണ്. അതായത് 1 കോടിയും 1.5 കോടിയൊക്കെയാണ്
വ്യൂസ് കിട്ടുന്നു, നല്ല കാശ് പയ്യൻ ഉണ്ടാക്കുന്നുണ്ട്. കാരണം മോദി വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഇവരെന്താണ് ഈ പടച്ചുവിടുന്ന് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി കയറുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇവരെന്ത് തേങ്ങയാണ് അടുത്തായിട്ട് പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് സംഖ്യകളും കയറി നോക്കുന്നുണ്ട്. പിന്നെ ഹിന്ദിയാണ് ലാംഗ്വേജ്, അതിനാൽ തന്നെ നമുക്കറിയാം 50 കോടിക്ക് മുകളിൽ ഹിന്ദി സംസാരിക്കുന്ന ആളുകളുണ്ട് രാജ്യത്ത്. സ്വാഭാവികമായിട്ടും അവൻ ആ വ്യൂസ് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷേ ഇവനിപ്പോൾ ഇതാ മോദിയെ താഴെ ഇറക്കാൻ പോകുന്നു. ഇവൻ്റെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ ഇപ്പോൾ മോദിയെ താഴെ ഇറക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ സൂഡാപ്പികളും ജിഹാദികളും ഇവനെ പുതിയ ബാപ്പയായിട്ട് കൊണ്ടു കിടക്കുന്നത്. ഇവന്മാരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, ഇതുപോലുള്ള ഒരുപാട് അംഗങ്ങളും അഭ്യാസങ്ങളും കണ്ടു തന്നെയാണ് ആ മനുഷ്യൻ ഇവിടെ എത്തി നിൽക്കുന്നത്. നിങ്ങളിങ്ങനെ ഓരോ കാലത്തും ഓരോ അവന്മാരെ പൊക്കിക്കൊണ്ട് കടന്ന് അവന്മാരൊക്കെ വ്യക്തിപരമായിട്ട് അവരുടെ ഓരോ ജീവിതത്തിൽ അവരുടെ നേട്ടമുണ്ടാക്കി എന്നല്ലാതെ നിങ്ങളിങ്ങനെ ഓരോ കാലത്തും അതാണ് ഞങ്ങളുടെ പുതിയ പാപ്പ, അതാണ് ഞങ്ങളുടെ പുതിയ അപ്പൻ എന്നൊക്കെ പറഞ്ഞ് നടന്നതല്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വരെ ഇനി അങ്ങോട്ടും മോദി വരച്ച വരയിലൂടെ തന്നെ പോകൂ. അത് ഇനി ആ സത്യം ഇനിയെങ്കിലും മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ പയ്യനെ ഇവൻ്റെ യൂട്യൂബ് വീഡിയോസ് കണ്ട് അവന് കുറച്ചുകൂടെ കാശുണ്ടാക്കി കൊടുക്കാമെന്നല്ലാതെ അവനെ കൊണ്ടൊന്നും നരേന്ദ്രമോദിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.